all, welcome to my YouTube channel Blue Sky by Sona. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എറണാകുളത്തുള്ള ക്രാഫ്റ്റേഴ്സ് ആയാലും വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ക്രാഫ്റ്റേഴ്സിനായാലും അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ഇഷ്ടപ്പെടുന്നത് ഇവർക്കായാലും ഉള്ളൊരു ഡൗട്ടായിരിക്കും എവിടെ നിന്നാണ് ഈ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എവിടെ നിന്നാണെന്നാണ്. പല പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ പല പല സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലും ഇപ്പോൾ ഞാൻ മോസ്റ്റ് റീസെൻ്റ്ലി ആയിട്ട് വിസിറ്റ് ചെയ്ത ഒരു സ്റ്റോറിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഞാൻ പോയിട്ട് എനിക്ക് അത്രയും ഇട്ടതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. എല്ലാ സ്ഥലത്തുള്ള ക്രാഫ്റ്റേഴ്സിനായാലും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് ക്രാഫ്റ്റ് സ്റ്റോർ എന്നാണ്. കലൂരിലാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അവരുടെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് മുന്നേ അവിടുത്തെ വീഡിയോ നമുക്കൊന്ന് കാണാം. ആ ഷോപ്പ് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ മാക്സിമം ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുള്ളതെന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയത് നിങ്ങൾക്ക് കാണണ്ടേ. സോ എനിക്ക് ഓർഡറിന് ആവശ്യമുള്ളതും എനിക്ക് അല്ലാതെ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമുക്കത് ഓരോന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ക്രാഫ്റ്റേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്നതാണ്. ഹാമ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന സംഭവമാണ് ഈ ഒരു സോഫ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. ഇത് 2 കളേഴ്സിലാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഒന്ന് വൈറ്റ്, ഇതിപ്പോൾ ചെറിയ പീസ് എടുത്തിരിക്കുന്നത് ഞാൻ വേറെ ആവശ്യത്തിന് എടുത്തുകൊണ്ടിട്ടാണ്. വൈറ്റും ഒരു പിസ്ത കളർ അറിയുന്നതാണോ അറിയില്ല, ഒരു പിസ്ത പോലത്തെ കളറാണ്, ലൈറ്റ് പിസ്ത പോലത്തെ കളറാണ് എടുത്തേക്കുന്നത്. കളർ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് റേറ്റ് ആയിട്ട് തോന്നി. ഇതിനേക്കാളും വില കുറച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ്. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതിന് 1 മീറ്റർ 50 രൂപയുടെ റേറ്റ്. അത് എനിക്ക് അത്ര കൂടുതലായിട്ടൊന്നും തോന്നിയില്ല, വേർത്തായിട്ടാണ് തോന്നിയത്. അത് ഒന്നാമത്തത്. പിന്നെ ബൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ് ബൊക്കറ്റ് ഷീറ്റ്. ഇതൊന്നുമല്ല, ഇതിൽ അടിപൊളി വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കസ്റ്റമറിന് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങൾ മാത്രം വാങ്ങുന്നത് കൊണ്ടിട്ട് നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഷോപ്പിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജും ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി വമ്പൻ കളക്ഷൻസ് ഉണ്ട്, ഒന്നും പറയാനില്ല. ബൊക്കറ്റ് ഷീറ്റ് ഇത്രയും കളക്ഷൻ ഉള്ളത് ഞാൻ അവിടെ പോയാൽ പിന്നെ കാണാൻ തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഷോപ്പിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ അവിടെയാണ്, ക്രാഫ്റ്റ് സ്റ്റോർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് 18 റുപ്പീസും ഇതിന് എനിക്ക് തോന്നുന്നു 16 ആണെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. പല റേറ്റിലാണ് ബൊക്കറ്റ് ഷീറ്റ് വരുന്നത്, ഓരോ ഡിസൈൻ. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ബൊക്കറ്റ് ഷീറ്റാണ്. അത് നമുക്ക് കാണുമ്പോഴും മനസ്സിലാവും. ഇതേപോലത്തെ ബൊക്കറ്റ് ഷീറ്റ്സിൽ ബൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു പ്രീമിയം ബൊക്കയുടെ ലുക്കും നമുക്ക് കിട്ടുന്നത്. അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഷീറ്റ് വെച്ചൊക്കെ തന്നെ നമുക്ക് ഒരു ബൊക്കെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഇതേപോലത്തെ കുറേ ഹാമ്പറിന് പറ്റിയ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്. അത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ പേപ്പർ ഹാമ്പേഴ്സ് ഒത്തിരി ഇറക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ഹാമ്പർ ഇതിപ്പോൾ ചെറിയൊരു ബാഗ് ടൈപ്പ് സാധനമാണ്. ഇതിപ്പോൾ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടൊരു ബെസ്റ്റ് ഐഡിയ ആണ് ഇതിപ്പോൾ. എക്സാമ്പിളായിട്ട് പറയാൻ എനിക്കറിയില്ല, എങ്കിലും വേറെ എന്ത് പ്രൊഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്യുന്നവർക്ക് അവരുടെ പാക്കേജിങ് കുറച്ചും കൂടി അട്രാക്റ്റീവും എക്കോ ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേപ്പർ ബോക്സുകൾ, ഇതേപോലെ പ്ലാസ്റ്റിക് കോട്ടിങ് വരാത്ത ടൈപ്പ് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കവേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്.
പക്ഷേ ഇതൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. അത് കംപ്ലീറ്റ് പേപ്പർ ബോക്സ് ആട്ടോ. ഇതാകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതിന് 30 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഹാമ്പർ വേണം താനും, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണം എന്നുള്ളവർക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ കൊടുക്കാം. അതേപോലെ അല്ലാത്ത ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ മിനി വേർഷനൊക്കെ ഉണ്ട്. അതിവിടെ ഇതിൻ്റെ മിനി വേർഷൻ. ഇത് പ്ലാസ്റ്റിക് ആട്ടോ, പക്ഷേ ഇതിപ്പോൾ ഞാനൊരു ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ കാണിക്കേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതും 28 or 30 അങ്ങനത്തെ റേറ്റ്. ഇത് കുറച്ചും കൂടി ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഹാർട്ട് ഷേപ്പൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഓപ്പണിംഗ് ആണ് ഇവിടെ. ഇതിൻ്റെ അത്രയും സ്പേഷ്യസ് അല്ല, ഇത്രയും സ്പേസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടായിട്ട് ഗിഫ്റ്റ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നാൽ കുഞ്ഞ് ഹാമ്പറിൽ നമുക്ക് കൊടുക്കുകയും വേണം എങ്കിൽ ഈ ഒരു സാധനം അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇങ്ങനത്തെ കവേഴ്സിൽ കൊടുത്താൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പാക്കേജിങ് കുറച്ച് സ്റ്റൈലാക്കാൻ ഇങ്ങനത്തെ പോലത്തെ ഐറ്റംസ് നല്ലതായിരിക്കും. ഇതൊക്കെ നമ്മൾ സിംഗിൾ പീസ് എടുക്കുമ്പോഴാണ് 28, നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അവർ അതനുസരിച്ച് റേറ്റ് കുറയ്ക്കും. പിന്നെ അടുത്തത് ഇത് നമ്മുടെ ജിപ്സം ഫ്ലവർ പോലത്തെ ടൈപ്പ് ഓഫ് ഒരു ഫ്ലവറാണ്. ആർട്ടിഫിഷ്യൽ ആട്ടോ, ഇത് രണ്ടും ആർട്ടിഫിഷ്യലാണ്. ഇത് ഭയങ്കര എനിക്ക് ജിപ്സം ഫ്ലവർ വെച്ചിട്ട് കുറേ പേര് ബൊക്കെ ചെയ്യാൻ പറയുമ്പോഴേക്കും ഡെക്കറേഷൻ ആയിട്ടായിട്ട് കയറ്റാൻ പറയുമ്പോഴേക്കും നമുക്ക് ഒറിജിനൽ റേറ്റും കൂടുതലാണ്, ബൾക്കായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒരു ഓർഡറിന് വേണ്ടിയിട്ട് അത്രയും ബൾക്കായിട്ടുള്ളത് എടുത്ത് വെക്കാനും പറ്റില്ല. പിന്നെ അത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ ഡ്രൈ ജിപ്സം ഫ്ലവർ ആ ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഡ്രൈ നമ്മൾ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചിലപ്പോൾ അത്ര ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഇതാകുമ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഇത് ബൾക്കായിട്ടും അവിടെ 90 റുപ്പീസ് എന്തുമാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് 30 റുപ്പീസിനാണ് വാങ്ങിയേക്കുന്നത്. ഈ 5 എണ്ണമുള്ള സംഭവം എന്താ പറയുക, 5 ഇങ്ങനത്തെ 5 എണ്ണം ഉണ്ട് ഇതിനകത്ത്. 30 റുപ്പീസാണ്. ഇതിപ്പോൾ ഞാൻ ഒരൊറ്റ ഓർഡറിന് വേണ്ടിയിട്ട് വാങ്ങിയേക്കാണ്. പിന്നെ ഇതിപ്പോൾ ഒരെണ്ണം ഉള്ളിനെടുത്ത് കാണിക്കാൻ. റെഡും പല കളേഴ്സിലും അവൈലബിൾ ആണ്. സെൻറ്റഡ് റോസ് ആണ്, അതിന് സ്മെല്ലുണ്ടാവും, നല്ല സ്മെല്ലാട്ടോ. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ്. കാരണം ഞാൻ വാലന്റൈൻസ് ഡേയുടെ സമയം തൊട്ട് വാങ്ങിയത് ഞാൻ ഇപ്പോഴും സെയിലാവാതെ കുറച്ച് ഫ്ലവേഴ്സ് ഉള്ളതും ഇതിന് മണമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ജസ്റ്റ് ചുമ്മാ ഷോ ഓഫ് ആണെന്നാണ് വിചാരിച്ചത്. കാരണം എൻ്റെ വിചാരം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മണം പോകുന്നു. പക്ഷേ ഞാൻ വാങ്ങിയ ഫ്ലവേഴ്സിനൊന്നും അങ്ങനെ മണം പോയതായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. സൈഡിൽ ഇങ്ങനെ ഒരു ബാക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റെമ്മിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ വരുന്നുണ്ട്. ഒരു ഹോളുണ്ട്, അതിലേക്ക് നമുക്ക് മറ്റേ ഇതേപോലത്തെ ഞാൻ ഇടയ്ക്ക് വെച്ച് പോണ ഓരോ സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇതേപോലത്തെ സ്റ്റിക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, വുഡൻ സ്റ്റിക്കുകൾ. ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെലോ ടേപ്പും കൂടെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവറായി. ഇത് നമുക്ക് ഇതിപ്പോൾ സെലോ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്താൽ ഇത് ഇരിക്കോട്ടെ ഇതിനകത്ത്. ഇതിപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ വേസിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ബൊക്കേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സംഭവം സജസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. നമുക്ക് ബൊക്കെ ഫ്രഷ് ഫ്ലവറിൽ ചെയ്താൽ നമുക്ക് എന്തായാലും വാടിപ്പോവുമല്ലോ. ഇതാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഇത് പല കളർ അവൈലബിൾ ആണ്. റെഡ്, വൈറ്റ്, പേസ്റ്റൽ കളേഴ്സ് കുറേ ഉണ്ട്. ആ ഷോപ്പിൽ പോയി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതൊരു ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ റേറ്റ് 120 ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ചുമ്മാ വാങ്ങിയതാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടായിട്ടൊന്നും വാങ്ങിയതല്ല. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയതാണ്. ബാസ്ക്കറ്റ് ഹാമ്പറിനൊക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള ഇതാട്ടോ ബാസ്ക്കറ്റാണ്. പിന്നെ ഈ ഒരു ഹോട്ട് ബോക്സ് കാണുന്നുണ്ടോ? ഇത് ഇവിടെ ഒരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് ലവ്, ബീയിങ് വിത്ത് യു മേക്സ് മീ ഫീൽ സോ ഹാപ്പി. ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കണ്ടോ, ഒരുമാതിരി എന്താ ഈ മെറ്റീരിയലിനൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല 100 റുപ്പീസാണ് റേറ്റ്, 100 or 95 അങ്ങനെ എന്തുമായിരുന്നു. ഇതൊക്കെ ഞാൻ വാലന്റൈൻസ് സമയത്ത് ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പക്ഷെ ഞാനിതങ്ങനെ സെയിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ കാര്യത്തിൽ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയപ്പോഴേക്കൊക്കെ സെയിലായി പോകും. അപ്പോൾ അങ്ങനെ വാങ്ങിയത്. ഇത് കുഞ്ഞ് ഗിഫ്റ്റ്സ് എന്തെങ്കിലും, ഒത്തിരി നമുക്ക് വലിയ ഗിഫ്റ്റുകളൊന്നും ഇപ്പോൾ റിംഗ് ഒക്കെ വാങ്ങിയിട്ട് അത് വെറുതെ റിങ്ങായിട്ട് കൊടുക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് ഈ ബോക്സിലൊക്കെ ഇട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇത് അടിപൊളിയാണ്. അല്ലാണ്ട് ഒത്തിരി വലിയ ഗിഫ്റ്റ്സ് ഒന്നും ഇതിനകത്ത് കയറത്തില്ല, ചെറിയ ബോക്സാണ്. പിന്നെ ഇനി ലാസ്റ്റായിട്ട് കാണിക്കണം. ഞാൻ പറഞ്ഞില്ല ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഇത് പിന്നെ അടുത്തത് ഇത് മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ഗ്ലാസ് ടൈപ്പ് സാധനം കേട്ടോ, 3 എണ്ണം വരുന്നത് 10 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവർ ബൊക്കെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഫ്ലവറൊക്കെ വെച്ച് ചെയ്യുമ്പോഴേക്കും വലിയ രസമില്ലെങ്കിൽ നമുക്ക് ഇതും കൂടിയൊക്കെ കയറ്റി ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ് ഫ്ലവറിൽ. എന്നാൽ അധികം റേറ്റും ഇല്ല, 10 രൂപയേ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ ഇങ്ങനത്തെ പല പല ടൈപ്പ് ഡെക്കറേഷൻ ഐറ്റംസിന് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന ഇതാണ്, എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ലാസ്റ്റ് വൺ ഹാമ്പർ വർക്ക്സ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഹാമ്പർ ബോക്സുകളാണ്. ഇത് നല്ല ക്വാളിറ്റി ബോക്സ് ആട്ടോ. അവിടെ 2 റേഞ്ചിലുള്ള ബോക്സാണ് ഞാൻ കണ്ടേക്കുന്നത്, അതല്ലാണ്ട് വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ പേപ്പർ ബോക്സ് അവിടെ കുറേ വെറൈറ്റി അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ പേപ്പർ ബോക്സ് അധികം വാങ്ങിക്കാറില്ല. കസ്റ്റമറിന് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്നത്. ഇത് മറ്റേ സൗണ്ട് കേൾക്കുമ്പോഴല്ലോ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ഓഫ് കട്ടിയുള്ള എന്തോ സംഭവം വെച്ചുണ്ടാക്കിയേക്കണം, നല്ലൊരു ബോക്സാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ബോക്സ് രൂപത്തിലുള്ളത് ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. ഇത് നമുക്കിവിടെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊളിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബോക്സ് ഷേപ്പിലേക്ക് ആക്കാൻ പറ്റും. കറക്റ്റ് പക്ക ഒരു ഹാമ്പറിൻ്റെ ബോക്സ്, ഒന്നും ചെയ്യാമല്ലോ, ഇത് ബോക്സിലേക്ക് ആക്കാം. ഇതിന് 290 റേറ്റ്. ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു വേറെ ഓരോ സൈസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. കുറച്ചും കൂടി വലിയ സൈസ് ആകുമ്പോൾ 320 അങ്ങനെ. പിന്നെ കുഞ്ഞു ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് 2000 സെയിലായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുള്ളും അതേപോലെ ട്യൂട്ടോറിയൽ വീഡിയോസും അങ്ങനെ ഒത്തിരി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും മാത്രമേ ഓൾ എന്ന് പറഞ്ഞിട്ട് എനേബിൾ ആക്കണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ത്രൂ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അതേപോലെ എൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ഫോർ നൗ. അതുപോലെ തന്നെ Hi all, welcome to my YouTube channel.